അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രധാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാനോട് സലാമത്താകുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അറിവഴകുകളുടെ നിലാമഴകിലൂടെയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ മജ്ലിസ്, ഈ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്നുള്ളത്, അല്ലേ? കുടുംബത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ ഒരുപാട് പരാതികളും ഒരുപാട് പരിഭവങ്ങളും സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരാണ് സ്ത്രീകൾ. പുരുഷന്മാർക്ക് സങ്കടമില്ല, പരാധീനതകളില്ല എന്നല്ല. പുരുഷന്മാരെക്കാൾ കൂടുതലും ഒരല്പം കൂടി പറഞ്ഞാൽ ഉമ്മമാർ, സഹോദരിമാർ കുടുംബത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. പക്ഷേ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന, മുൻഗാമികൾ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉമ്മമാരെ, ചില ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും പാഴാകാതിരിക്കാൻ, ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാതിരിക്കാൻ, നമ്മുടെ ജീവിതം ആരുടെ മുന്നിലും അടിയറവ് പറയാതിരിക്കാൻ, ആരുടെ മുമ്പിലും തോൽക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് കരഗതമാക്കാൻ ശ്രദ്ധിക്കേണ്ട ഈ ഒരു 8ഓളം കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ധൈര്യം സംഭരിക്കാൻ, തന്റെ ഇടമുണ്ടാകാൻ, ഇടറാതെ പതറാതെ ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ പേമാരി പോലെ പെയ്തിറങ്ങിയാലും ഉമ്മമാരെ, ഈ 8 സ്വഭാവ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ആരുടെ മുന്നിലും ഭയപ്പെടേണ്ടി വരൂല, നിങ്ങളുടെ ആരുടെ മുന്നിലും തോക്കേണ്ടി വരൂല. ധൈര്യശാലികളായി, തന്റെ ഇടമുള്ളവരായി, ആരുടെ മുന്നിലും നെഞ്ചും തിരിച്ചു നിൽക്കാൻ, നട്ടെല്ല് നിവർത്തി നിൽക്കാൻ എന്നൊക്കെ പറയുന്നത് പോലെ നന്നായി ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട 8 അടയാളങ്ങൾ ഒരു പെണ്ണിനുണ്ടെങ്കിൽ അവളെ ആർക്കും കീഴ്പ്പെടുത്താൻ, പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തുന്ന ആ 8 സ്വഭാവ ഗുണങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകും. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബകാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം, നമ്മുടെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കൾ, അങ്ങനെ വലിയൊരു ഭാരം ചുമക്കുന്നവരാണ് ഉമ്മമാർ, സഹോദരിമാർ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ പണിയെടുക്കുന്നവരാണ്, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ കേട്ടോളിൻ. ഈ 8 ഗുണങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യശാലികളാണ്, നിങ്ങൾക്ക് തന്റെ ഇടമുള്ളവരാണ്, നിങ്ങൾക്കൊരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ സ്വഭാവം ചേർത്തു പിടിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്നാമത്തത്, സ്വന്തം മൂല്യത്തെ തിരിച്ചറിയുന്നവരാവുക. നമ്മളെ പൊക്കിപ്പറയാനും നമ്മളെ പുകഴ്ത്താനും നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാവും. നമ്മളെ കളിയാക്കാനും, നമ്മളെ ഇകഴ്ത്താനും, നമ്മളെ കുറ്റം പറയാനും, പരിഹസിക്കാനും കുറെ പേര് പലരും ഉണ്ടാവും. ഈ 2 വിഭാഗത്തിനിടയിലാണ് നമ്മൾ. നമുക്കൊരു മൂല്യം ഉണ്ടാവും, നമുക്കൊരു വിലയുണ്ട്. അത് താഴ്ത്തുന്ന, ആ വിലയെ നശിപ്പിക്കുന്ന, ആ വിലയെ കുറച്ച് കാണുന്ന ഒന്നും നമ്മൾ പറയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. സ്വന്തം വില, നമുക്കൊരു നിലപാടുണ്ട്, നമുക്കൊരു മൂല്യമുണ്ട്, അള്ളാഹു നമുക്കൊരു ഇസ്സത്തുണ്ട്, അത് നമ്മൾ കളഞ്ഞു പിടിക്കരുത്. സ്വന്തം മൂല്യം, സ്വന്തം വിലയെ തിരിച്ചറിയുന്നവരാവുക. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ സ്വന്തം വില നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാണാതിരിക്കുക, സ്വന്തം വിലയെ കാണിക്കുക. രണ്ടാമത്തത്, ആവശ്യമുള്ള സ്ഥലത്ത് ഇല്ല എന്ന് പറയാൻ മടി കാണിക്കരുത്. നോ എന്ന് പറയാൻ മടി ഉണ്ടാവരുത്. ഓനോട് എങ്ങനെ നോ പറയും, അല്ലെങ്കിൽ ഓരോട് എങ്ങനെ നോ പറയും, അവരോട് എങ്ങനെ ഇല്ല എന്ന് പറയും, അങ്ങനെ ചിന്തിക്കരുത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ നമ്മൾ പറയണം. അതായത് ഭർത്താവ് ഗൾഫിലായിരിക്കും. ഉദാഹരണത്തിന്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടു തരുന്ന, നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഉദാഹരണം, നമ്മളോട് എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം പറഞ്ഞു, വേണ്ടാത്തൊരാവശ്യം ചോദിച്ചു, വേണ്ടാത്ത എന്തെങ്കിലും കാര്യം മെസ്സേജ് അയച്ചു, നമ്മളെ വിളിച്ചു, നമുക്ക് തന്റെ ഇടത്തോടെ, ആ ഇസ്സത്തോടെ റബ്ബിനെ മുൻനിർത്തി ഇല്ല, പാടില്ല, നോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആവശ്യമില്ലാത്തടത്ത് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്ക് വേണ്ടത്. ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. ആവശ്യമുള്ള സ്ഥലത്ത് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ പരാജയം. നമുക്ക് പിന്നെ ആരുടെ മുന്നിൽ അടിയറവ് പലപ്പോഴും എങ്ങനെ പറയുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് പലപ്പോഴും സമ്മതിച്ചു പോകുന്നത്.
അത് വലിയ അബദ്ധത്തിലേക്ക്, വലിയ പരാജയത്തിലേക്ക് സംവദിക്കും. ഇല്ലേ? ചില ആളുകൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ വീടിന്റെ അയൽവാസികളോ വീടിന്റെ കുടുംബക്കാരോ അകന്നവരോ അടുത്തവരോ ആരാണെന്നറിയോ വീട്ടിലേക്ക് വരും. വീട്ടിൽ പറയും, അതെ ഇത് സ്വർണം തരാവോ, ഒന്ന് പണയം വെക്കാനാണ്. പണയം വെക്കൽ ഹറാമാണ്. ഉദാഹരണം പറഞ്ഞ അല്ലെങ്കിൽ പൈസ തരുമോ, അറിയണ്ട, ഞാൻ നാളെ മറ്റന്നാളെ തിരിച്ചു തന്നേക്കാം, അതുകൊണ്ട് പറയണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഭർത്താവരോട് നാളെ തിരിച്ചു തരൂലേ, ഓന്റെ അമ്മായി അല്ലേ, അവരുടെ അമ്മായി അല്ലേ, ഇവരുടെ അമ്മായി എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കും. പാടില്ല. നമ്മൾ പറയേണ്ടത് ഇല്ല, അറിയാതെ ഞാൻ തരില്ല, എനിക്കൊന്ന് അനുവാദം ചോദിക്കണം, കഴിയണം നമുക്ക്. ആവശ്യമുള്ളിടത്ത് ഇല്ല എന്ന് പറയാൻ, നോ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. മൂന്നാമത്തത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. വികാരം എന്ന് പറയുമ്പോൾ സെക്സ് എന്നൊരു രീതി മാത്രം നിങ്ങൾ കണക്കാക്കരുത്. വികാരം എന്ന് പറയുമ്പോൾ സെക്സ് എന്ന് മാത്രമല്ല, അതിൽ ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അതിൽ സന്തോഷം ഉണ്ടാവും, എല്ലാം കൂടി ഉൾപ്പെടുത്താണ് വികാരം എന്നുള്ളത്. അല്ലാതെ ശാരീരിക സുഖം മാത്രമാണ് വികാരം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ദേഷ്യം ഉണ്ടാവും. ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറ്റം പറയും. ദേഷ്യം ഇങ്ങനെ കലിതുള്ളും. അറിയാത്ത എന്തെങ്കിലും, ഉമ്മ സഹോദരി പറയരുത്, ക്ഷമിക്കുക, വികാരത്തെ നിയന്ത്രിക്കുക. നമുക്ക് ചിലപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിയന്ത്രിക്കുക. ദേഷ്യമാകട്ടെ, സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, അതുപോലെ വികാരങ്ങളാകട്ടെ, ശാരീരിക സെക്സുപരമായ വികാരങ്ങളാകട്ടെ. ഭർത്താവ് നാട്ടിലില്ല, മനുഷ്യനാണത്, വൈകാരിക ചിന്തകൾ ഉണ്ടാകും. അതെല്ലാം നിയന്ത്രിക്കുന്നവരാണോ ആരുടെ മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ടി വരില്ല. തൻ്റെ ഇടം നമുക്കുണ്ടാകും, ധൈര്യം നമുക്കുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ നാലാമത്തത് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. നമ്മളെല്ലാവരോടും കൂടി ആലോചിക്കണം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ കളിപ്പിക്കാനും നമ്മളോടൊപ്പം തുള്ളാനും പലരും ഉണ്ടാവും. കാര്യം കാണാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. എടി നീ അങ്ങനെ ചെയ്യടി, ഇങ്ങനെ ചെയ്യടി, അമ്മായിയോട് അങ്ങനെ കാണിക്കടി, ഇങ്ങനെ കാണിക്കുന്ന പറയാൻ പലരും ഉണ്ടാവും. അവസാനം എന്തെങ്കിലും വന്നാൽ അനുഭവിക്കുക ഉമ്മമാരെ നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അഭിപ്രായങ്ങൾ ചോദിക്കുക, അതിൽ പ്രശ്നമൊന്നുമില്ല. മുശാവറ ചെയ്യും, അതിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്കൊരു തീരുമാനം എടുക്കാനുണ്ട്, നമ്മുടെ ഉമ്മമാരോട്, സഹോദരിമാരോട്, കൂട്ടുകാരോടൊക്കെ ചോദിക്കാം. പക്ഷേ ആ എടുക്കുന്ന തീരുമാനം നമുക്ക് പറ്റിയതാണോ എന്ന് 100 വട്ടം ആലോചിച്ചിട്ട് സ്വയം തീരുമാനമെടുക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. നമുക്കൊരു സ്വയം തീരുമാനം എടുക്കാൻ കഴിവുണ്ടാവുക. ഒരു കാര്യം നമ്മൾ എടുക്കാൻ, ഇത് ചെയ്താൽ എന്നെ കൊണ്ട് പറ്റും എന്നൊരു സ്വയം തീരുമാനത്തോടെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളെല്ലാവരുടെ അഭിപ്രായം ചോദിക്കും, വേണോ വേണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ. നമുക്കൊരു തീരുമാനം ഇല്ല. നമ്മളാണല്ലോ കഷ്ടപ്പെടേണ്ടത്, നമ്മളാണല്ലോ അനുഭവിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സ്വയം തീരുമാനമെടുക്കാൻ കഴിവുണ്ടാവുക. അതുപോലെ അഞ്ചാമത്തത് പഠനവും വളർച്ചയും ഒരിക്കലും അവസാനിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇൽമുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഇൽമു പഠിക്കുക. അതിപ്പോൾ ഇതിൽ നിന്ന് മാത്രമല്ല, ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ മാത്രമൊന്നല്ല കേട്ടോ. ഏത് ഉസ്താദന്മാരും ഇൽമ കേൾക്കാം. ഇൽമ എവിടെ കണ്ടാലും നിങ്ങൾ അവിടെ കയറി മേയണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അത് കേട്ട് പഠിക്കണം, അത് വലിയ ബറക്കത്തുണ്ട്. അപ്പൊ എൻ്റെത് മാത്രമേ കേൾക്കാവുള്ളൂ എന്നുള്ള വാദമൊന്നും എനിക്കില്ല. മനസ്സിലാക്കാനുള്ളത്, പഠനം നമ്മൾ നിർത്തരുത്. പഠനവും വളർച്ചയും, പഠിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഇൽമ വളരും. അതെങ്ങനെയാണ്? പഠിക്കുന്ന അനുസരിച്ച് അറിവ് വളരും, നമുക്ക് പക്വതയുണ്ടാകും. ആ പഠനം നിങ്ങൾ അവസാനിപ്പിക്കരുത്. എന്നാൽ ആരുടെ മുന്നിൽ നമുക്ക് എന്തില്ല, തലകുനിക്കേണ്ടി വരൂല. നമുക്ക് തൻ്റെ ഇടം, ഇസ്സത്ത് ഉണ്ടാകുമെന്ന് മറന്നു പോകരുത്. ആറാമത്തത് നമുക്ക് പറയാനുള്ള, ബഹുമാനത്തോടെ സംസാരിക്കുക, പക്ഷേ ആരെയും പേടിക്കരുത്. ബഹുമാനം ഉണ്ടാകും സംസാരത്തിൽ. തൻ്റെ ഇടം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ചാടി തിമിർത്ത് വർത്താനം പറയാനല്ല. എല്ലാവരോടും ബഹുമാനവും ആദരവും, പരിഗണിക്കേണ്ടവരെ പരിഗണിച്ച് ആദരിക്കേണ്ടവരെ ആദരിക്കണം. പക്ഷേ ആരുടെ മുന്നിലും ഭയം നമ്മൾ വേണ്ട. ഭയം അള്ളാനെ മാത്രം പേടിച്ചാൽ മതി. നമ്മൾ ഓരോന്ന് പേടിച്ച് എന്ത് പറയും അങ്ങനെയൊന്നുമില്ല. സംസാരത്തെ നമ്മൾ എന്ത് ചെയ്യുക, മാന്യത പാലിക്കുക. ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ വാപ്പ, ഭർത്താവിൻ്റെ കൂടപ്പുറപ്പ്, ഭർത്താവിൻ്റെ അവരോടൊക്കെ നമ്മൾ മാന്യത കാണിക്കണം, മാന്യമായി സംസാരിക്കണം. പക്ഷെ അവരെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. പേടി എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറയോ കേൾക്കോ, അങ്ങനെയല്ല. അവരോട് ആദരവുണ്ടാക്കണം, ബഹുമാനം ഉണ്ടാക്കണം. പേടിയും ഭയവും അള്ളാനെ മാത്രമായാൽ മറ്റുള്ള നിങ്ങൾ, അള്ളാഹ് റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ എന്നാണ്. ഒരാൾ അള്ളാഹിനെ ഭയപ്പെട്ടാൽ മറ്റുള്ളവർ അള്ളാഹു മറ്റുള്ളവരെ കൊണ്ട് ഭയപ്പെടുത്തിക്കുമെന്നാണ്. ജനങ്ങളെല്ലാം നമ്മളെ കണ്ട് ഭയപ്പെടും എന്ന് പറഞ്ഞാൽ പേടിക്കുമെന്നല്ല, ഒരു ആദരവ് നമുക്ക് ഉണ്ടാകും. അത് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം ഏഴാമത്തത്, പ്രശ്നങ്ങളിൽ നിന്ന് ഓടി മാറരുത്. ഇനി മല ഇടിഞ്ഞ് വീണാലും നിൽക്കാനുള്ള
നിൽക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകണം. ഓടി മാറരുത്, അതൊരു പരീക്ഷണമാണ്. നമ്മളിത് പ്രശ്നങ്ങളിൽ ഓടിയാൽ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കും. അതല്ല, അതിനൊരു പരിഹാരം കണ്ടാൽ ഇതിനപ്പുറം വന്നാൽ നമ്മൾ കുലുങ്ങൂല. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഉമ്മമാരെ, ഏതൊരു കാര്യം നമുക്ക് സംഭവിച്ചാലേ ഒരു കാര്യത്തിന്റെ അങ്ങേയറ്റം ആ വിഷയത്തിൽ എന്താണോ സംഭവിക്കാൻ അത് പ്രതീക്ഷിക്കണം. അപ്പൊ അത് കുറച്ച് വന്നാൽ നമുക്ക് പ്രശ്നമില്ല. ഇത് നമ്മൾ ചെറുത് പ്രതീക്ഷിക്കും, വലുത് വരും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. പ്രയാസ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഓടിപ്പോകരുത്. എട്ടാമത്തത്, സ്വന്തം ലക്ഷ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭർത്താവിന്റെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ ഇതൊക്കെ കുടുംബജീവിതത്തിൽ വലുതാണ്. പക്ഷേ ആ ലക്ഷ്യം, അവർക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും തകർക്കരുത്. നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം, നമുക്കൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹം പ്രാധാന്യം കൊടുക്കണം. അവരെ പരിഗണിക്കേണ്ടെന്നല്ല. ഇത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ പെട്ടിക്കകത്തിട്ട് കുപ്പിക്കകത്ത് ചില്ലിട്ട് അടച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ സന്തോഷത്തിനും മറ്റുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത്. അതൊരു എന്താ പറയാ, അത് ഒഴുക്കിനൊത്ത് നീന്തലല്ലേ. അല്ല, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. എങ്കിൽ ഒരാളെ മുന്നേ നമ്മൾ പതറേണ്ടി വരൂല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈ 8ഓളം സ്വഭാവങ്ങൾ ഏതൊരു പെണ്ണിനുണ്ടോ ഇതാണിനും ചെയ്യാം. ഏതൊരു മനുഷ്യനുണ്ടോ അങ്ങനെ ചിന്തിക്കരുത്. ഒരു മനുഷ്യനുണ്ടോ അവരൊരിക്കലും പരാജയപ്പെടൂല, പടുകുഴികൾ വീഴൂല. നെഞ്ചും ഭരിച്ച് തൻ്റെ ഇടത്തോടെ, തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പോലെ നടക്കുന്നവളെ നടത്തൊന്നുമില്ല. തൻ്റെ ഇടത്തോടെ ആരുടെ മുന്നിലും ഇടറാതെ പതറാതെ കഴിയും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കബൂൽ അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കട്ടെ. അതോടൊപ്പം ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനൽ, ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്ന ചാനൽ, 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.